aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. വിനയാന്വിതരായി ജീവിച്ച പലരും ദൈവാനുഗ്രഹം വന്നു നിറയുമ്പോൾ അഹങ്കാരികളും ദൈവത്തെ മറക്കുന്നവരുമായി മാറാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഉസിയാവ് രാജാവ്. 16-ാം വയസ്സിൽ യഹൂദ ജനത്തിന് രാജാവായി. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ദൈവത്തെ അന്വേഷിക്കുകയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുകയും ചെയ്തു. വചനം ഇങ്ങനെ പറയുന്നു: അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. 2 ദിനവൃത്താന്തം 26:5. ഉസിയാവ് അത്യന്തം പ്രബലനായി തീരുകയും അവന്റെ ശ്രുതി മിസ്രയീം വരെ പരക്കുകയും ചെയ്തു. വലിയ ഒരു സൈന്യബലം അവനുണ്ടായി. എന്നാൽ ദൈവീയമായ സർവ അനുഗ്രഹങ്ങളാലും അവൻ പ്രബലനായി തീർന്നപ്പോൾ അവൻ നിഗളിച്ചു. അവൻ ദൈവ കൽപ്പനകളെ മറന്നു. അവന് വിലക്കപ്പെട്ട കാര്യം അവൻ ചെയ്തു. വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നു എന്ന് 2 ദിനവൃത്താന്തം 26:16 നാം വായിക്കുന്നു. ധൂപം കാട്ടുവാനുള്ള അവകാശം യഹോവ നൽകിയിരിക്കുന്നത് അഹരോന്യനായ പുരോഹിതന്മാർക്ക് ആയിരുന്നു. അതിനാൽ ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ രാജാവിൻ്റെ ഈ പ്രവൃത്തിയെ തടുത്തു. വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പോകണമെന്നും രാജാവ് ചെയ്യുന്ന പ്രവൃത്തി ദൈവലംഘനമാണെന്നും അത് മാനമായിരിക്കില്ല എന്നും അവർ പറഞ്ഞു. രാജാവ് അഹങ്കാരം പൂണ്ട് അവരോട് കോപിച്ചു. ഉടനെ രാജാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊന്തി. പിന്നെ നിയമമനുസരിച്ച് ആലയത്തിൽ നിന്നും മറ്റുള്ളവർ അവനെ പുറത്താക്കി. അവന് രാജത്വം നഷ്ടപ്പെട്ടു. അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായതിനാൽ പ്രത്യേക ശാലയിൽ ജീവപര്യന്തം താമസിച്ചു. നിഗളത്തിന്റെ ശിക്ഷ എത്ര വലുതാണ്! ഇങ്ങനെ സ്വയം ഉയർത്തി വീണുപോയ അനേകം പേരുണ്ട്. ശൗൽ, ശലോമോൻ, ശിംശോൻ, യൂദ ഇസ്കരിയോത്ത, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ഇവരൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. അർഹതയില്ലാത്ത പലതും ദാനമായി ജീവിതത്തിൽ ലഭിക്കുമ്പോൾ സ്വയം ചെറുതാകുന്ന അപൂർവം ചിലരുമുണ്ട്. ഇടയച്ചെറുക്കനായ ദാവീദിനെ യഹോവ തിരഞ്ഞെടുത്തു. ചെങ്കോലും കിരീടവും നൽകിയപ്പോൾ വിനയാന്വിതനായി ദാവീദ് ചോദിക്കുന്നു: യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് 1 ദിനവൃത്താന്തം 17:16 നാം വായിക്കുന്നു. യഹോവ എണ്ണിയാൽ തീരാത്ത സമ്പത്ത് തന്നപ്പോഴും അവയൊക്കെയും തിരിച്ചെടുത്തപ്പോഴും യാതനകളിലൂടെ കടന്നുപോയപ്പോഴും ഇയ്യോബ് എന്താണ് പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഇയ്യോബ് 1:21 നാം വായിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയാൻ കഴിയണം. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം എന്ന് ആവർത്തനം 8:17 നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ദാസിയായ മറിയയെ പോലെ ഒരു സമർപ്പിത ജീവിതം നമുക്കുണ്ടാകണം. ഞാനോ കർത്താവിൻ്റെ ദാസി എന്ന വിചാരം സദാസമയം ഉണ്ടാകണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനോ കർത്താവിൻ്റെ ദാസി എന്ന വിചാരം സദാസമയവും ഉണ്ടാകണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ,
2 കൊരിന്ത്യർ 3:5. ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട്. ഹൃദയത്തിലൂടെ സഹനത്തിന്റെ വാളുകൾ കടന്നു വരാം. ദുരിതത്തിന്റെയും ദുഃഖത്തിന്റെയും കാഴ്ചകൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ദാസി, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം കുരിശ് വഹിക്കണം. താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം ഒരിക്കലും ദൈവം നൽകുകയില്ല. കുരിശുകൾ സാരമില്ല. അനുഗ്രഹങ്ങളിലും ആപത്ത് വേളകളിലും എൻ്റെ കൃപ നിനക്കു മതിയെന്ന് സദാസമയവും പറയുന്ന നമ്മുടെ അരുമനാഥന്റെ താങ്ങും കരങ്ങൾ എപ്പോഴും പുറകിൽ ഉണ്ടാകും. അതിനാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.